ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഷോർട്സിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പൊങ്കൽ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ലോങ് വീഡിയോയും ഷോർട്ട് വേർഷനും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ പൊങ്കലിൻ്റെ ലാസ്റ്റ് ഡേ ആണ് തോന്നുന്നു ഇന്ന്. അപ്പോൾ ഇന്നലെങ്കിലും എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ. എന്നിട്ട് സോറി, ഇന്നലെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഡോൾസ് ചെയ്യണ അത്രയും കോംപ്ലിക്കേഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അപ്പോൾ இந்த பொங்கல் ஸ்பெஷல் கியூட் அண்ட் சிம்பிள் கிராஃப்ட் எப்படி பண்ணலாம்னு பார்க்கலாமா? வாங்க வீடியோக்குள்ளே போகலாம். ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേസായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലിഡാണ്. ഇതൊരു യോഗർട്ടിൻ്റെ ബോട്ടിലിൻ്റെ ലിഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, കുറച്ച് ഭാഗം മുകളിൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ ബേസായിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ക്ലേ അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൾഡ് പോഴ്സലിൻ ക്ലേ തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് സിമ്പിളും ക്യൂട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആയതുകൊണ്ട് തന്നെ കോൾഡ് പോഴ്സലിൻ ആവും കുറച്ചുകൂടെ നന്നാവാൻ തോന്നിയുകൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏത് ക്ലേ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതിന് പകരം. ഇനി നമ്മൾ ആ ഒരു ഗ്രീൻ കളർ ക്ലേൻ്റെ പുറത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും അലുമിനിയം ഫോയിലോ ഇതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ട് കുറച്ച് ഇംപ്രഷനൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു ലോൺ പോലെയൊക്കെ ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് പുല്ലിൻ്റെ എഫക്റ്റ് ആവശ്യമില്ല, കാരണം ഒരുപാട് സാധനങ്ങൾ അവിടെ പ്ലേസ് ചെയ്യും പെയിൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് കൊടുക്കണം എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ഒരു ഇംപ്രഷനെല്ലാം കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പൊങ്കലിന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പൊങ്കൽ ഉണ്ടാക്കുക തന്നെ ആദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലം വെക്കാനായിട്ട് ആദ്യം അടുപ്പ് വേണം. സോ അതുകൊണ്ട് ഒരു കുട്ടി അടുപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ടെറാക്കോട്ടയിൽ അല്ലെങ്കിൽ ക്ലേയിൽ ഇങ്ങനത്തെ അടുപ്പൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ഒരു കുട്ടി അടുപ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കിനി ഒരു കല ഉണ്ടാക്കാം, മൺകല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ക്ലേ തന്നെയാണ്, രണ്ടിനും സെയിം കളർ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ കോൾഡ് പോഴ്സലിൻ ക്ലേ എന്താണെന്ന്. അത് ഹോം മെയ്ഡ് എഡ്ര ക്ലേ ആണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം എടുത്ത് പറയാഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ആ സംശയം ഒന്ന് മാറിക്കോട്ടെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ആ കലത്തിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊങ്കൽ ഇങ്ങനെ തിളച്ചിങ്ങനെ പൊങ്ങുന്ന പോലത്തെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് പൊങ്കലിൻ്റെ ഒരു കളർ, ഞാനിത് ഒരു സക്കറി പൊങ്കലിൻ്റെ കളറിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് വൈറ്റ് വേണ്ട വിചാരിച്ചിട്ട് കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് ക്ലേയുടെ കൂടെ. അതുക്ക് അപ്പുറം കൊഞ്ചം മുന്തിരിപ്പരിപ്പ് ദ്രാക്ഷ ഇതെല്ലാം പോട്ട് அதை கொஞ்சம் டெக்கரேட் பண்ணிக்கலாம். അതായത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. പൊങ്കൽ വെക്കുന്ന കലം മാത്രം അങ്ങനെ വെച്ച് എനിക്കത് ഇത്രയ്ക്കോട്ട് നന്നാവണില്ല എന്ന് തോന്നിയുകൊണ്ട് ഞാനൊരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ, ഒരു ഹ്യൂമൻ ഫിഗറിൻ കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനൊരു ഹോൾ ഫാമിലി തന്നെ ഉണ്ടാക്കി വെച്ചേനെ. പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടിയുടെയാണ് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയത്. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗേൾ ഫിഗറിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മഞ്ഞ കളർ പട്ടുപാവാടയും അതുപോലെ ബ്ലൗസും ഒക്കെ നമ്മളിതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു യെല്ലോ ആൻഡ് മജന്ത കോമ്പിനേഷനിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മൾ ബോഡിയിലൊന്നും വലിയ ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ ഡോൾസ് എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് ഡീറ്റെയിലിംഗ് ആണ്, ഞങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ഒരുപാട് പേര് പണ്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരും കാണാത്തതുകൊണ്ട് അങ്ങനെ പരാതി കിട്ടാറില്ല എനിക്ക്. എനിവേ ഐ ഗ്യാരണ്ടി ദിസ് ഇസ് എ സിമ്പിൾ ക്രിയേഷൻ. നിങ്ങൾക്ക് ഒരുപാട് ടഫായിട്ടുള്ള ഒന്നും തന്നെ ഞാനിവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സിമ്പിൾ ആൻഡ് ക്യൂട്ട് സീരീസിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. ഇതുപോലെ നമ്മൾ കൈയും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. കൈയിൻ്റെ ഈ ഫിംഗേഴ്സ് കട്ട് ചെയ്യണം മാത്രമേ ഞാൻ കാണിക്കാത്തുള്ളൂ. അത് നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ സ്ലീവ്സ് എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് ഉണങ്ങാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഡോളിൻ്റെ ഫേസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത്തവണ നമ്മൾ ഫേസ് ഉണ്ടാക്കണം വളരെ സിമ്പിളായിട്ടാണ്. ഇതുപോലത്തെ ഫേസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ വീണ്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഫേസാണ്. അതിന് വേണ്ടിയിട്ട് മൂക്കിൻ്റെ അവിടെ കുറച്ചൊരു ജസ്റ്റ് ഒരു കുട്ടി പീസ് ഓഫ് ക്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വായിൻ്റെ അവിടെ 2 ഡോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് 2 കുട്ടി ചെവിയും വെച്ച് കൊടുത്തിട്ട് അത് ഉണക്കാൻ വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഫേസ്. അപ്പോൾ അതിൻ്റെ ബോഡി എല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്കിങ്ങനെ ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 ബ്ലാക്ക് ഡോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് വായിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ജസ്റ്റ് സിമ്പിളായിട്ട് വരച്ചാൽ മതി. അതൊക്കെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ തന്നെ കാണുന്നതല്ലേ മറ്റു പലരും വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കണ്ണും വായും ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കണ്ണ് നമ്മൾ കാർട്ടൂണിഷായിട്ട് വരയ്ക്കണം തന്നെ വരച്ചു കൊടുത്താലും മതി. പിന്നീട് നമ്മുടെ ഡോളിൻ്റെ ചുണ്ടിലും അതുപോലെ കണ്ണിലും ഒക്കെ ഹൈലൈറ്റിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഹെയർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുറകിലായിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് കളർ ക്ലേ അപ്ലൈ ചെയ്തിട്ട് നമ്മളിതുപോലെ കമ്പിയിൽ ഈ ഫേസ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് ബാക്കിലേക്കുള്ള ഹെയർ വയ്ക്കുമ്പോഴാണ് ആ പൊസിഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളറിൽ നമ്മൾ കുറച്ച് നീളമുള്ള മുടിയാണ് വെച്ച് കൊടുക്കുന്നത്. അഴിച്ചിട്ടിരിക്കുന്ന മുടിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പാവാട ഉണക്കാൻ വെച്ചിട്ടത് എടുത്തപ്പോൾ പുറകിൽ കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അഴിച്ചിട്ട് ഹെയർ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നീടണമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് പറ്റിയില്ല. ഇതുപോലെ അഴിച്ചിട്ടിട്ട് തന്നെ വെക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഹെയറിൽ ഇതുപോലെ കുറച്ച് ഇതുപോലെ കട്ടിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഹെയർ റിയലിസ്റ്റിക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഈ ഒരു മജന്ത കളർ ക്ലേ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ബോർഡർ ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ താഴെ കുറച്ച് ഈ ഒരു ക്ലേ വെച്ചിട്ട് അതും കൂടെ ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് 2 കമ്മൽ വെച്ച് കൊടുക്കാം, പിന്നെ ഒരു നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കാം, പിന്നെ ഒരു നെക്ലേസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫെസ്റ്റിവൽ അല്ലേ, അതുകൊണ്ട് തന്നെ വളരെ ട്രഡീഷണലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ കുറച്ച് തീൻ്റെ ഒരു എഫക്റ്റ്, തീയുള്ള പോലെ തോന്നാൻ വേണ്ടി കുറച്ച് യെല്ലോ കളർ ക്ലേ വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊങ്കലിന് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ ട്രഡീഷണലായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല സെറിമണിയിൽ സാധാരണ ഈ ഒരു കരിമ്പിൻ്റെ 2 പീസസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഓഫറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണത്രേ. അപ്പോൾ അത് 2 ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ, അതിൽ വലിയ ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അതും നമ്മൾ കുറച്ചൊന്ന് വളച്ച് വെക്കണം കേട്ടോ കരിമ്പ് ഉണ്ടാക്കിയിട്ട്. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബേസ് നന്നാക്കി ഉണക്കിയിട്ടുണ്ടാവും. അതിൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രീൻ കളർ അങ്ങിങ്ങായിട്ട് കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കലത്തിൽ കുറച്ച് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്കിഷ്ടപ്പെട്ട ഒരു പാർട്ടാണിത്. കാരണം സാധാരണ ഇതിൽ തമിഴ് സെറിമണീസിലൊക്കെ രംഗോലി ഇടുക എന്നുള്ളത്, കോലം വരയ്ക്കുക എന്നുള്ളത് ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു കളർഫുൾ രംഗോലിയും കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഗേളിനെ എടുത്തിട്ട് അവളുടെ പട്ടുപാവാട പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഹൈലൈറ്റിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഗോൾഡും യെല്ലോയും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തിരി പട്ടുപാവാട മാതിരിയാവും. പിന്നെ ബോർഡറിൽ കുറച്ച് ഗോൾഡും എല്ലാം വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കുട്ടി ഓർണമെൻറ്റ്സിനും കൂടെ ഗോൾഡ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു തമിഴ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇതിന് മസ്റ്റായിട്ടും ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ കുറച്ച് പൂവ് എന്താണെങ്കിലും വേണം. സോ അതുകൊണ്ട് മുല്ലപ്പൂവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇതിലേക്ക് ബേസിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലൂ എടുത്തതിന് ശേഷം നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കരിമ്പ് വയ്ക്കണമായിരുന്നു ഏറ്റവും പണിയുള്ള കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഗേളിനെയും കൂടെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പൊങ്കൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രിയേഷനാണ്. ഒരുപാട് ഡീറ്റെയിലിങ്ങോ ഫിലമെൻസോ ഒന്നും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ക്രിയേഷൻ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നോട് ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. உங்களுக்கு என்னோட இந்த சின்ன கிராஃப்ட் வீடியோ பிடிச்சிருந்துச்சுன்னா கண்டிப்பாக ஒரு லைக் போடுங்க, சப்ஸ்கிரைப் பண்ணுங்கள். அப்புறம் ஏதாவது ஷேர் பண்ணணுன்னா ஷேர் பண்ணிக்கோங்க, കമൻറ്റ് பண்ணிக்கோங்க. ഒരു രസത്തിന് വേണ്ടി കുറച്ച് തമിഴ് പറയാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ. എന്നെ എൻ്റെ പേരിൽ കമൻറ്റിൽ കൊല്ലുമൊന്നും ചെയ്യരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. പൊങ്കലോ പൊങ്കൽ. Cheers.